ഹായ് ഓൾ, ഐ ആം അലിൻ ജോസ് പെരേര, പ്രസംഗോണൻ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ജനനം 1947, പ്രണയം തുടരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. എന്റെ പേര് ലിബിൻ ലി. അപ്പൊ ജയലണ്ണൻ പറയാൻ പോണേ അതന്നെ 1947. അല്ല, ജനനം അതന്നെ ജനനം 1947, പിന്നെ മരണം വരെ. മരണമല്ലേ? പ്രണയം തുടരുന്നു മരണം വരെ. അതെ, ഏകദേശം കഥയുടെ ഒരു പേര് അതെ. ആ പടം എന്ന് പറഞ്ഞ മെയിൻ ഉദ്ദേശിക്കണ കാര്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലെ പ്രണയം വാർദ്ധക്യത്തില് ഇപ്പൊ ഒറ്റയ്ക്കാവുന്ന ഒരു രീതി. അതായത് വൃദ്ധസാധനത്തിലും മറ്റൊക്കെ ഉള്ള കൊണ്ടുപോയി തള്ളുന്നവർ അനുഭവിക്കണ ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ പടത്തില് മെയിനായിട്ടും പറയുന്നത്. അതിൽ നിന്ന് ഒരു മോചനം കിട്ടുന്ന രീതിയിലാണ് ഒരു പ്രണയം പോലെ. ഡയറക്ടർ ആരാന്നറിയോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമ കാണുമ്പോ നമ്മള് ഞാൻ പറയാം. ഇല്ല, എനിക്ക് അറിയില്ല. ഞാൻ പറയാം. അപ്പോ ഇത് ജനനം 1947 പ്രണയം തുടരുന്നു സിനിമ ഡയറക്ട് ചെയ്യുന്നത് അഭിജിത്ത് അശോകനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ്. അദ്ദേഹം ഗംഭീരമായിട്ടും മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 25 വയസ്സുകാരാണ് അദ്ദേഹം, പലരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത്രയും നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ട്, ജയരാജ് കോഴിക്കോട് പൊന്ന ആർട്ടിസ്റ്റ്, പിന്നെ പുതുമുഖ നടി, അങ്ങനെ കുറെ പേര് അഭിനയിച്ച ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും, വാർദ്ധക്യത്തിലുള്ള കല്യാണ സമയത്തുള്ള പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന സിനിമയാണ്. അനു സിത്താര മാം ആണെങ്കിലും, നമ്മുടെ ദീപക് പരമ്പോൾ, ജ്യോതി ശിവരാമൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു പോയിട്ടുള്ള. പിന്നെ നോബി ചേട്ടൻ വന്നു, ബിഗ് ബോസ് താരം. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? പെർഫോമൻസ് നോബിയുടെ ഒക്കെ, അതായത് നോബിയുടെ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ഒരു കോമഡി കഥാപാത്രം. ഇത് കോമഡി കഥാപാത്രം, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പടമാണ്. കുറച്ച് കോമഡികളുണ്ട് സിനിമയിൽ, ചിരിക്കുന്നുണ്ട്. കാരണം പുള്ളി അതിലൊരു സിംഗിൾ ലൈഫ്, അത് നമ്മളെ പോലെ തന്നെ ഒരു സിംഗിൾ ലൈഫ് നടത്തുന്ന ഒരു മനുഷ്യനാണ് നോബി അതിൽ കഥാപാത്രം ചെയ്തത്. അതുകൊണ്ടൊക്കെ രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം രസിച്ച് കാണാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു മെസ്സേജ് തരുന്ന, അതായത് അല്പം കണ്ണീരും ഒക്കെ നനയുന്ന ഒരു പടമാണ് ഈ ജനനം. എല്ലാവർക്കും ആപ്റ്റാവെന്ന് അറിയാൻ പറ്റില്ല. കാരണം വാർദ്ധക്യത്തിലും കല്യാണം കഴിക്കുന്ന ആൾക്കാരില്ലേ. ഇപ്പൊ എന്റെ അമ്മൂമ്മമാരാണെങ്കിലും അവരുടെ ഭർത്താക്കന്മാർ അത് നല്ല ലൈവായിട്ട് അത് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം ജനങ്ങളൊക്കെ എത്തുമെന്ന് അറിയില്ലെങ്കിലും വിജയിക്കേണ്ട ചിത്രമാണ്. ഫെസ്റ്റിവലിലൊക്കെ പോയതാണ് ഒരു പടം. ഹൃദയത്തിൽ തൊട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഒരു കണ്ണീര് പോലും വരാണ്ട് ആരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. കാരണം സിനിമയാണ്, കഥാപാത്രങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ലോ ആയിട്ട് പോണ ഒരു പടമാണ്. അതുകൊണ്ട് അധികം ലാഗ് തോന്നില്ല. പക്ഷെ ലാഗിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. അതായത് ചെറിയൊരു മുഷിപ്പൊക്കെ തോന്നും, പക്ഷെ അതിന്റെ കഥ പോണ രീതി അതാണ്. ഇപ്പൊ ദീപക് പരമ്പോൾ നടൻ നമ്മുടെ കൂമനിലൊക്കെ അഭിനയിച്ചാണ്. ഒരുപാട് മമ്മൂക്കാന്റെ കണ്ണൂർ സ്കൂളിലൊക്കെ അഭിനയിച്ചാണ്. അപ്പൊ അദ്ദേഹം സീരിയസ് റോളാണ് ചെയ്യുന്നത്, വയലൻസ് ആയിട്ടുള്ള സിനിമയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെയല്ല. പക്ഷെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഏരിയ കിട്ടിയുള്ള കുറച്ചുണ്ട്. ഉള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഓരോന്നും ചെയ്യുന്നതൊക്കെ വെറൈറ്റി പിടിച്ചാണ്. പിന്നെ ആട്ടത്തിന് ശേഷം നന്ദനുണ്ണി ഇങ്ങനെ ഉണ്ടായിരുന്നു. നന്ദനുണ്ണി മകനായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഈ നമ്മുടെ ജയരാജ് ചേട്ടനുണ്ടല്ലോ, പ്രായമുള്ള ആളുടെ മകനായിട്ട് സ്വത്ത് മേടിക്കാൻ വേണ്ടിയൊക്കെ വരുന്നു. പുള്ളിയുടെ പ്രകടനം ഇതില് ഗംഭീരമായിട്ട് നിൽക്കണ്ട. കാരണം മറ്റേ ആദ്യം കാണിച്ച, നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ കണ്ണൂർ സ്കൂളിലുള്ള ദീപക് പരമ്പോൾ, പുള്ളിനേക്കാളും കൂടുതൽ റോളുള്ളത് ഈ പറഞ്ഞ ആൾക്കാണ്. അതായത് സിനിമയിലേക്ക് ഇടിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടും ഈ പടം തിയേറ്ററിൽ ഒരു 1 ടൈം അല്ല 2 ടൈം വാച്ചബിൾ ആയിട്ട് ഫാമിലിയോടെ വന്ന് കുട്ടികളോട് വന്ന് കാണേണ്ട സിനിമയാണ്. ഇതില് അഡൾട്ട് കണ്ടന്റ് ഒന്നുമില്ല. ഇത് മെസ്സേജ് ഉള്ള, സോഷ്യലി റിലവന്റ് ഉള്ള, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ ധൈര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ അഭിജിത്ത് അശോകന്റെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതെ, ഇത് തന്നെ പറയാനുള്ളത്. അതൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമ. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വാർദ്ധക്യത്തിലെ അങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളും. അതായത് ഫാമിലി ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു അഡൽട്ട് കണ്ടന്റ് ഇല്ലാത്ത ഒരു പടം എന്ന് പൂർണ്ണമായിട്ടും പറയാം. ഉറപ്പ് എൻ്റെ പറയാം. 5-ല് ഒരു 4.5 മാർക്ക് കൊടുക്കും. ഞാനൊരു 4 കൊടുക്കുന്നുള്ളൂ. കാരണം അതിന്റെ കണ്ടന്റും കാര്യങ്ങളും അതാണ്. ഓക്കെ, താങ്ക് യു. ശരി.